നിങ്ങളെ കാണുമ്പോ ഒരടിച്ച് കലക്കൽ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞത് 15 മിനിറ്റ് നിങ്ങൾ പ്രസംഗിച്ചാൽ ഞാൻ 10 മിനിറ്റ് സംസാരിക്കും, നിങ്ങൾ 20 മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ 5 മിനിറ്റ് സംസാരിക്കും. കാരണം കണ്ണൂരിലെ പരിപാടിക്ക് എത്താനുള്ള ഗതിയിലാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് കുറെ പറയാനുണ്ടെങ്കിലും വളരെ ഷോർട്ടായി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞാലൊന്നും തീരാത്ത ഒരു പുരാണ കഥ പോലെയാണ് കേരളത്തിലെ ഭരണവും കേരളത്തിലെ രാഷ്ട്രീയം. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയേക്കാൾ കൊള്ളാത്തവർ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഈ രണ്ടിന്റെയും സംയോജനം ഈ നാടിനെ എവിടെ എത്തിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങൾ ഈ ജാഥ ഇത് പുറപ്പെട്ടിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഇവിടെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ജനമനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ജാഥയിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം ജനമനസ്സിലേക്ക് മാറ്റത്തിന്റെ തിളക്കമാർന്ന രാഷ്ട്രീയ അധ്യായം രചിക്കണം. എത്ര വർഷമായി പിണറായി ഭരിക്കുന്നു? ഇവിടെ 7 വർഷം കഴിഞ്ഞു. 7 വർഷത്തോളമായി അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. എന്ത് കിട്ടി കേരളത്തിന്? സന്നിമക്കിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ഞാനും നിങ്ങളും ആലോചിക്കുന്നത് മാത്രമല്ല, എന്റെ വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളും ആലോചിക്കണം. എന്ത് കിട്ടി ഈ കേരളത്തിൽ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഒന്നും കിട്ടിയില്ല, ഒന്നും നൽകാൻ സാധിച്ചില്ല. ഇതൊരു കലാപത്തിന്റെയും അപമാനത്തിന്റെയും രാഷ്ട്രീയ വേദിയാക്കി ഇവിടെ തരം താഴ്ത്തി ഭരണം ദുരുപയോഗം ചെയ്ത് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഈ രാജ്യം കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ ജി സുധാകരൻ, അതുപോലെ തന്നെ തോമസ് ഐസക്, അതുപോലെ MA ബേബി, എന്താ അവരൊക്കെ സ്വന്തം പാർട്ടിയെ കുറിച്ച് പറയുന്നത്? എന്റെ വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ 2-3-5 CPM നേതാക്കന്മാർ എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നു? മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ തലകുനിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് തോമസ് ഐസക് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പരസ്യമായി പറഞ്ഞത് എന്ന് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ നാട് ഇങ്ങനെ പോയാൽ മതിയോ? പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു, 2ാം ഘട്ടം വീണ്ടും കയറി വന്നു. അപ്പൊ ധരിച്ചു ഈ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ സാധാരണക്കാരന്റെ ജീവിതം എവിടെയെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എവിടെയാണ് ഇവിടെ സമാധാനമുണ്ടോ? ബാക്കിയൊക്കെ പോട്ടെ, ഇവിടെ ക്രമസമാധാനമുണ്ടോ? ന്യായമായി ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന നീതിന്യായം നിലനിൽക്കുന്ന ആളാണോ നമ്മുടെ നാട്? അക്രമത്തിന്റെ പേരുവഴിയായി കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇടുക്കിയിൽ 5 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് തൂക്കി. എന്നിട്ട് ആ തൂക്കി അവനെ രക്ഷപ്പെടുത്താൻ CPM നേതാക്കന്മാർ പോലീസിൽ സ്വാധീനം ചെലുത്തി കേസെടുത്തില്ല. ആദ്യം അതിപ്പുറം മറ്റൊരു കേസുണ്ടായി. 2 ചേട്ടത്തെയും അനിയത്തെയും 2 ഇതുപോലെ ബലാത്സംഗം ചെയ്തിട്ട് തൂക്കിക്കൊന്നു. അതിനകത്ത് DYFIയുടെ ഒരു കക്ഷിയാണ് ഇതിനകത്ത് കുറ്റവാളി. DYFIക്കാരനാണ് ഇവരെ കൊന്നത്. ആ DYFIക്കാരനെ പോലീസ് സംരക്ഷിച്ചു മാസങ്ങളോളം. ഒടുവിൽ ഗതിയില്ലാത്തത് കൊണ്ട് മാത്രം അവന്റെ പേരിൽ കേസുണ്ടാക്കി. ഞാൻ ചോദിക്കുന്നു, നിർഭയമായി ജീവിക്കേണ്ടുന്ന ഒരു സാമൂഹിക ജീവിതത്തിൽ കൊച്ചുമക്കൾക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ നാട്. ചരസും മദ്യവും ഒഴുകുന്നു.
സെക്കൻഡറി സ്കൂളിൽ പോലും ചരസ് കിട്ടും, കോളേജുകളിൽ നിങ്ങൾക്ക് മദ്യം കിട്ടും, വിൽപ്പന നടക്കുകയാണ് പരസ്യമായി. ഇവിടെ നീതിയുണ്ടോ, പോലീസുണ്ടോ, നിയമമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? എത്ര കൊച്ചുമക്കളാണ് കണ്ണിലിടിക്കായത്, എത്ര കൊച്ചുമക്കളാണ് ലഹരിക്കടിമയായത്, എത്ര കൊച്ചുമക്കളാണ് വഴിതെറ്റിപ്പോയത്. ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് സംഭവിക്കുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്തെങ്കിലും ജനങ്ങൾക്ക് ഗുണം കിട്ടിയോ? സാധനത്തിന്റെ വില കുറഞ്ഞു? ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു? വില കുറക്കുമെന്ന് പറഞ്ഞല്ലേ രണ്ടാം ഘട്ടം പിണറായി വിജയൻ നിങ്ങളോട് വോട്ട് ചോദിച്ചത്? ഏത് സാധനത്തിന്റെ വിലയാ കുറഞ്ഞത്? മാർക്കറ്റിൽ സാധനം ലഭിക്കാനില്ല. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പോലും സാധനങ്ങളില്ല, സാധനങ്ങൾ ലഭ്യമല്ല. വിലക്കയറ്റം കുതിച്ചു കയറുന്നു. എല്ലാത്തിനും വിലവർദ്ധനവിലേക്ക് പോകാണ്. സകല സാധനത്തിനും വിലവർദ്ധനമാണ്. ഇന്ന് കണ്ട വിലയല്ല നാളെ, നാളെ കണ്ട വിലയല്ല മറ്റന്നാൾ. മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, പാവപ്പെട്ടവർക്ക് ഇത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ്? കർഷകന്മാർ പട്ടിണിയിലാണ്, തൊഴിലാളികൾ പട്ടിണിയിലാണ്, KSRTC ജീവനക്കാർ പട്ടിണിയിലാണ്, 10 ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലാണ്. എന്തുകൊണ്ട് പട്ടിണി? അവർക്ക് ശമ്പളമില്ല, ശമ്പളം കൊടുക്കുന്നില്ല. കർഷകന്മാരുടെ നെല്ല്, ആ നെല്ല് അളന്നെടുത്തതിന്റെ കാശ് ഇന്നും കൊടുത്തു തീർക്കാത്ത 100 കണക്കിന് കർഷകരുണ്ട് കേരളത്തിൽ. ഈ പൈസ കിട്ടാത്തത് കൊണ്ട് ലോൺ എടുത്തതായി ബാങ്കിൽ പൈസ അടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബാങ്കുകാരനെ ജപ്തി ചെയ്യാൻ വരുന്നു, ആത്മഹത്യ ചെയ്യാണ്. എത്ര പേർ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ? കർഷകന്മാർ. സ്വത്തുണ്ട്, കൃഷിയുണ്ട്, പണം സർക്കാരിന്റെ കയ്യിലുണ്ട്, പക്ഷെ കയ്യിലോട്ട് വരുന്നില്ല. ജീവിക്കാൻ വയ്യ, നാണം കണ്ട് ജീവിക്കാൻ വയ്യ, ആത്മഹത്യയിലേക്ക് പോവാണ്. എത്ര പേര് പോയി? അതുകൊണ്ട് ഒരു തരത്തിലും ഈ സംസ്ഥാനത്ത് ഒരു മാറ്റത്തിന്റെ ചലനം കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. ഒരു ഭരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭരണമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിയാവുന്ന നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഭാവം നിങ്ങളോട് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആരാണെന്നാണ് അദ്ദേഹം ധരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധിക്കാരപരമായ പെരുമാറ്റവും പ്രവർത്തനവും കേരളത്തിലെ ജനമനസ്സിന്റെ അടുത്ത് വെറുപ്പിന്റെ തൂലികയിലേക്ക് അവർ എത്തിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയി വന്നതിന് ശേഷം ക്രമസമാധാന രംഗം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം പരിശോധിക്കുക. ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള മത്സരം നിങ്ങൾ കണ്ടു. ചെറിയ യുദ്ധല്ലേ? ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഗവർണറെ ഇതുപോലെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രിയും ഭരണവും? പരസ്യമായി അപമാനിച്ചില്ലേ? ഇതുപോലെ മാറി പൊളിച്ച് ഒരു രാഷ്ട്ര സാഹചര്യം ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗവർണറെ ഇതുപോലെ അപമാനിക്കാൻ പാടുണ്ടോ? പരിശോധിക്കണം. ഒരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി പദത്തോട് അർഹതപ്പെട്ട ബഹുമാനം തന്നെ. ആ ബഹുമാനം അദ്ദേഹം നടപ്പിലാക്കണ്ടേ? ഇവിടെ എല്ലാം തകരുകയാണ്. അഴിമതിയുടെ കൂത്തരംഗമാണ് നമ്മുടെ നാട്. പിണറായി വിജയന്റെ മകൾ ബാംഗ്ലൂരിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നിൽക്കുക. എക്സാലോജിക് കമ്പനിയുടെ അഴിമതിയെ കുറിച്ച് കേസ് വന്നിരിക്കുന്നു. ആ കേസ് എടുക്കരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും ആവശ്യപ്പെടുവോ? എന്റെ കേസ് എടുക്കരുത് എന്ന്? ലക്ഷങ്ങൾ തട്ടിയെടുത്ത് കള്ള അക്കൗണ്ടിൽ പണമുണ്ടാക്കി സമ്പാദിച്ച എക്സാലോജിക് കമ്പനിക്കെതിരെ കേസെടുത്തപ്പോ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ MD വീണ
വിജയൻ അദ്ദേഹം പോയി കോടതിയിൽ പോയി പറയുന്നു, എന്റെ കേസ് എടുക്കരുത്. കേരളത്തിലെ കോടതി കേസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ബാംഗ്ലൂരിൽ പോയി കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. എന്താ കേസ്? മണൽ വിൽപ്പനക്കാരിൽ നിന്ന് പോലും അഴിമതിയിലൂടെ കോടികൾ വാങ്ങി പണം ദൂർത്തടിച്ച് ഇന്ന് ജീവിക്കുന്ന പിണറായി വിജയന്റെ കുടുംബം, ആ കുടുംബം ഈ നാട് തകർക്കുക. സ്വന്തം മകൾക്ക് വേണ്ടി, മകന് വേണ്ടി എന്തും ചെയ്യാവുന്ന മാനസികാവസ്ഥയിൽ ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നു എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഞാൻ പ്രസംഗം നിരഞ്ജിക്കുന്നില്ല, പ്രതിപക്ഷക്കാർ എഴുന്നേറ്റ് പോകും. അവരുടെ വാക്കുകൾ ചുരുക്കുക. ഈ കേരളത്തിൽ കാർഷിക രംഗത്തുള്ള അപകടകരമായ സാഹചര്യം, വ്യാവസായിക രംഗത്തുള്ള അപകടകരമായ സാഹചര്യം, KSRTC ബസ്സിലെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടു. അവർക്ക് ശമ്പളം കൊടുത്തില്ല. എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളിലും സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി. ഈ നാട് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിടിച്ചെടുക്കാൻ സാധിക്കാതെ നിർദ്ദേശനായി നോക്കി നിന്ന് പണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി വിജയൻ മുമ്പോട്ട് പോവാണ്. എന്തുകൊണ്ടാണ് അകത്തു പോകാത്തത് അറിയോ? BJPയുമായുള്ള അവിഹിത ബന്ധം, അന്തർധാര. അതുകൊണ്ടാണ് ജയിലിൽ പോകാത്തത്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ജയിലിലാവുള്ളത് ശിവശങ്കരൻ. എന്തിനാണ് ശിവശങ്കരൻ ജയിലിൽ പോയത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടല്ല. അദ്ദേഹം ഭവന നിർമ്മാണ പദ്ധതിയിൽ നടത്തിയ കോടികളുടെ അഴിമതി, ആ അഴിമതി കേന്ദ്ര ഏജൻസി കേസെടുത്ത് അന്വേഷിച്ചപ്പോ 100% യാഥാർത്ഥ്യം. അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ ഒപ്പിട്ടാണ് ഫയൽ. പിണറായി വിജയൻ അറിയാതെ ശിവശങ്കരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിണറായിക്കെതിരെ കേസില്ല. എന്തുകൊണ്ടാണ് കേസില്ലാത്തത്? അതൊന്നു മാത്രമല്ല, നേരത്തെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞു നിങ്ങളോട്, സ്വപ്ന സുരേഷ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, സത്യവാങ്മൂലം, ഡോളർ കേസ്, സ്വർണ്ണ കേസ്, ഇതിലെല്ലാം തെളിവ് സഹിതം സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ട് പോലും ഒരു അന്വേഷണ ഏജൻസിയും പിണറായിക്കെതിരെ അന്വേഷിക്കാൻ തയ്യാറില്ല. എന്തുകൊണ്ടാ? BJPയുമായുള്ള അന്തർധാര. കണ്ടില്ലേ? അടുത്ത ദിവസം നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കുനിഞ്ഞു നിന്ന് ഹനുമാനെ പോലെ കുനിഞ്ഞു നിന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കണ്ടില്ലേ? എത്ര വിനയത്തോടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്നതിനെന്ന് നിങ്ങൾ ചിത്രം നോക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ തല കുനിക്കേണ്ട കാര്യമില്ല. പക്ഷെ തല കുനിച്ചില്ലെങ്കിൽ തല പോകും. അതുകൊണ്ട് തല കുനിച്ച് നിൽക്കുക. BJPയും അവർ തമ്മിൽ സഖ്യമാണ് എന്നതിന്റെ തെളിവെന്തെന്നറിയാവും നിങ്ങൾക്ക്. ഈ കേസുകളൊന്നുമില്ല അദ്ദേഹത്തിനെതിരെ. SNC ലാവലിൻ കേസ് 38ാമത് തവണ മാറ്റിവെച്ചു. SNC ലാവലിൻ കേസ് വിചാരണക്കെടുത്താൽ അദ്ദേഹം അകത്തു പോവും, ജയിലിൽ പോവും, സംശയമില്ല. പക്ഷെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആരാ? കേന്ദ്രത്തിലെ BJP. എന്തുകൊണ്ടാ? അവർ തമ്മിൽ സഖ്യ. BJPയുടെ പ്രസിഡന്റ് കള്ളപ്പണം കൊണ്ടുപോകുമ്പോ കേരളത്തിലെ പോലീസ് പിടിച്ചു, കേസില്ല. BJP പ്രസിഡന്റിനെതിരെ കേസെടുത്തില്ല വിജയന്റെ പോലീസ്. വിജയനെതിരെ കേന്ദ്ര പോലീസ് കേസെടുത്തില്ല. പരസ്പര ധാരണ. ആ ധാരണ എവിടെ വരെ എത്തുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ നാടിന്റെ മാന്യതയും ഈ നാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും സംരക്ഷിക്കാനുള്ള തീവ്രമായ പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോവുകയാണ്. നമ്മുടെ ഈ ധാരണയുണ്ടല്ലോ, സമരാഗ്നി ജനമനസ്സിലേക്ക് തീക്ഷാത വരുത്തുന്ന ഒരു സമരമായി നമ്മൾ മാറ്റിയാണ്. അഴിമതിക്കെതിരെ പോരാടുന്ന, അക്രമത്തിനെതിരെ പോരാടുന്ന, വികസനത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജനശക്തിയുടെ ഉദയത്തിന് നിങ്ങളിലേക്ക് ആവേശപൂർവം കടത്തിവിടുന്ന സമരാഗ്നി
ശക്തി ചൊല്ലിക്കണം. അത് നിങ്ങളുടെ മനസ്സിന് കരുത്ത് പകരണം. അതിലൂടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ടാർഗറ്റ് നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ കോൺഗ്രസിന് വളരെ മുൻപിലാണ് കേരളത്തിൽ. ഈ ജനാവലി മടന്നൂരിൽ ആദ്യമല്ലേ ഇത്രയും വലിയ ജനാവലി എന്തുകൊണ്ട് വന്നു? കോൺഗ്രസിലേക്ക് ആവേശമുള്ള ആളുകൾ കടന്നു വരുന്നു. അതെല്ലാം ഇവിടെയുണ്ട്. തൃശ്ശൂരിൽ ഞങ്ങൾ നടത്തിയ റാലി ചരിത്രമാണ്. കോഴിക്കോട് നടത്തിയ റാലി ചരിത്രമാണ്. വൈക്കം നടത്തിയ റാലി ചരിത്രമാണ്. പുതിയ ആളുകൾ കുതിച്ചു വരിക നമ്മുടെ പാർട്ടിക്കകത്തേക്ക്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സമരവീരം പകരാനുള്ള കരുത്താർജിക്കാൻ നമ്മുടെ ഈ സമരത്തിലൂടെ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. 20 out of 20 കേരളത്തിലെ 20 സീറ്റിൽ 20 നേടുക. അതാണ് കോൺഗ്രസിന്റെ UDFന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ പ്രിയപ്പെട്ടവരെ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പിറകിൽ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം ചെയ്യും.